ഇന്നത്തെ വീഡിയോയിൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പാലക് കിച്ചടിയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പാലക് കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസിന് പകരം നമ്മുടെ പുന്നി റൈസോ അല്ലെങ്കിൽ സോന മസൂരിയൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ദാലുകൾ എന്ന് പറയുന്നത് തുവർ ദാൽ എടുത്തിട്ടുണ്ട് 1/4 കപ്പ്. അതേപോലെ തന്നെ ചെറുപയർ പരിപ്പ് അതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ, അതായത് അരിയും ദാലുകളും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. അതിനുശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് കുക്ക് ചെയ്തെടുക്കുക. പ്രഷർ കുക്കറിലേക്ക് ഇത് മിക്സർ ചേർക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണ് കിച്ചടി. അപ്പോൾ നമ്മൾ പാലക്കൂടെ ചേർക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ദാലും അരിയും എല്ലാം കൂടെ 1 കപ്പാണ് ചേർത്തേക്കുന്നത്. ചെറിയ കുക്കർ ആയതുകൊണ്ട് ഞാൻ 2.5 കപ്പ് ഒഴിക്കുകയാണ്. ബാക്കി നമ്മൾ കുക്കായി കഴിയുമ്പോൾ ഒഴിക്കും. 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്. ഈ ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ദാലും റൈസും കൂടെ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ സമയം കൊണ്ട് നമുക്ക് പാലൊക്കെ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിതിനകത്തേക്ക് ഒരു ബഞ്ച് പാലക് ലീവ്സ് ആണ്. അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ 1 മിനിറ്റാണ് തിളപ്പിക്കുക. 1 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമ്മളിത് ഐസ് കോൾഡ് വാട്ടറിലേക്ക് ഇടും. ഒരു മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് ഐസ് കോൾഡ് വാട്ടറിലേക്ക് ഇടുക. ഇത് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും. കൂടുതൽ നേരം ബ്ലാൻഡ് ചെയ്താലും കളർ ഉണ്ടാകത്തില്ല. കറക്റ്റ് 1 മിനിറ്റ് സമയം മതി. ഇനി നമുക്കിത് അരച്ചെടുക്കണം, പ്യൂർ ചെയ്തെടുക്കണം. എക്സസ് വെള്ളം പിഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ പാലക് ബ്ലാൻഡ് ചെയ്ത പാലക്കിൻ്റെ കൂടെ നമുക്ക് വളരെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പ്യൂറി ചെയ്തെടുത്തു. നല്ല പെർഫെക്റ്റ് കളറുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ടുണ്ട്. കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, അതിനൊപ്പം 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചൂടാക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം, 2 ഉണക്കമുളക്, കുറച്ച് കായംപൊടി, ഇതിലേക്കൊരു സവോള ചോപ്പ് ചെയ്തത്. കായംപൊടി നമ്മൾ ഏകദേശം ഒരു 1/8 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു 8 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്, അത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്. അതുപോലെ പച്ചമുളക് എരിവ് കണക്കാക്കി ചേർക്കാം. ഞാനൊരു പച്ചമുളക് എടുത്തേക്ക്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇവിടെ നോക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരണം. അതുവരെ വഴറ്റുക. ഇനി നമുക്കിതിനകത്തേക്ക് ടൊമാറ്റോ ചേർക്കാം. മീഡിയം സൈസിലുള്ള ടൊമാറ്റോയുടെ പകുതി ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിനൊപ്പം തന്നെ നമുക്ക് മസാലകൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഈ ഒരു അരപ്പിന് വേണ്ട ഉപ്പ്.
ഇനി നമ്മൾ നോക്കുന്ന ഈ ടൊമാറ്റോസ് വെന്ത ഉടനെ പേസ്റ്റ് പോലെ ആവണം, അതുവരെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പാലക്ക് ചേർക്കാം. ഇവ ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കുന്നത്. ഇനി 2-3 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ പാലക് മിക്സ്ചർ റെഡിയാണ്. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിച്ചടിനകത്തേക്ക് ചേർക്കണം. ഇവിടെ നമ്മൾ 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പം അത്യാവശ്യം ഡ്രൈ ആയിരിക്കും, കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. നല്ല തിക്കായിട്ടായിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. ഇച്ചിരി ലൂസായിട്ട് വേണം. നേരത്തെ 2.5 കപ്പ് വെള്ളം ചേർത്തിരുന്നു. നമുക്ക് കൺസിസ്റ്റൻസി നോക്കി എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. ഇച്ചിരി അയനിരിക്കുന്ന പരുവത്തിനെടുക്കുക. അപ്പോൾ ഈ ഒരു അയവിൽ വേണം നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു അയവ് ഉണ്ടാവണം. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കാം. 1-2 ടീസ്പൂൺ മതിയാവും. പുളി നോക്കിയിട്ട് ചേർക്കുക. നമ്മൾ ആ ബ്ലാൻഡ് ചെയ്തെടുത്തോണ്ട് നമുക്ക് ഇത്രയും കളർ കിട്ടുക. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പാലക് കിച്ചടി ഒരു 2-3 പേർക്കൊക്കെ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് റൈത്തയുടെയും അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.